ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. നമ്മൾ യൂണിറ്റ് 2 വെൻ ലൈൻസ് ജോയിൻ വരകൾ ചേരുമ്പോൾ എന്ന പാഠഭാഗത്തേക്ക് കടന്നായിരുന്നു. അതിൽ കുറച്ച് ആക്ടിവിറ്റീസ് തന്നായിരുന്നു, കുറേ പേരൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ അടുത്ത ഭാഗത്തിലോട്ട് കടക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഷേപ്പ് ഇതെല്ലാവർക്കും കണ്ടല്ലോ. ഇതെന്താണ്? ഒരു ലോട്ടറി ടിക്കറ്റാണ് അല്ലേ? ഇതിൻ്റെ ഷേപ്പ് എന്താണെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇതിന് എത്ര സൈഡുണ്ട്? 4 സൈഡുണ്ട് അല്ലേ? 4 സൈഡുള്ള രൂപങ്ങൾക്ക് എല്ലാം പറയുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ. അതിലുള്ള ഒരു രൂപമാണ് റെക്റ്റാങ്കിൾ. ഇനി ഈ റെക്റ്റാങ്കിളിന് അപ്പോൾ എത്ര സൈഡുണ്ട്? 4 സൈഡുണ്ട് അല്ലേ? റെക്റ്റാങ്കിളിന് എത്ര സൈഡുണ്ട്? 4 സൈഡുണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഈ സൈഡും മുകളിലുള്ള ഈ സൈഡും താഴത്തെ സൈഡും ഒരുപോലെയാണ്. പക്ഷേ സമീപവശങ്ങൾ ഒരുപോലെയാണോ? അല്ല. അപ്പോൾ ഇതിനെന്താ പറയുന്നത്? എതിർവശങ്ങൾ എന്ന് പറയും. അതായത് ഓപ്പോസിറ്റ് സൈഡ്സ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ മുകളിലും താഴെയും ഈക്വലാണ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വലാണ് അല്ലേ? ഇനി നമ്മുടെ ചുറ്റുപാടിൽ റെക്റ്റാങ്കിൾ ഷേപ്പുള്ള ധാരാളം വസ്തുക്കളുണ്ട്. നിങ്ങളുടെ വീടുകളിലും ഉണ്ട് അല്ലേ? അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കാർഡ്, ഇതിനെന്ത് ഷേപ്പാണ് ഉള്ളത്? റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലേ? നിങ്ങളുടെ വീട് പരിശോധിച്ചാൽ എവിടെയൊക്കെ റെക്റ്റാങ്കിൾ ഷേപ്പ് കാണുമെന്നുള്ളത് നിങ്ങളുടെ നോട്ട്ബുക്കിലൊന്ന് കുറിച്ച് വെക്കണം. ഏറ്റവും ഉദാഹരണം നമ്മുടെ ആധാർ കാർഡുകൾ, പിന്നെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡുകൾ, ഇതെല്ലാം എന്ത് ഷേപ്പിലാണ് വന്നിരിക്കുന്നത്? റെക്റ്റാങ്കിൾ ഷേപ്പ്. ഈ ഒരു ഷേപ്പ് നിങ്ങൾ കണ്ടോ? ഇതിനെന്താ പ്രത്യേകത? ഈ റെക്റ്റാങ്കിൾ പോലാണോ ഇതിരിക്കുന്നത്? അതേ ഷേപ്പ് തന്നെയാണ്, പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനും 4 വശമാണുള്ളത്. പക്ഷേ ഈ 4 വശങ്ങളുടെ പ്രത്യേകത എന്താണ്? അവ ഈക്വലാണ്. അപ്പം 4 തുല്യ വശങ്ങൾ ഈക്വലായിട്ടുള്ള ഈ രൂപത്തിന് പറയുന്ന പേരാണ് സ്ക്വയർ. എന്താ പറയുന്നത്? സ്ക്വയർ. അപ്പം നമ്മളിവിടെ 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് റെക്റ്റാങ്കിൾ പഠിച്ചു, അടുത്ത് നമ്മൾ എന്താണ് പഠിച്ചത്? സ്ക്വയറും പഠിച്ചു. അപ്പോൾ സ്ക്വയറിനും റെക്റ്റാങ്കിളിനും ചുറ്റുപാടിൽ നിന്നും ധാരാളം എക്സാമ്പിളുകൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കണം. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നത് എന്നതാണ്. അതിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ വർക്കുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പേജ് നമ്പർ 26 ലെറ്റസ് ഡ്രോ റെക്റ്റാങ്കിൾസ് എന്ന് പറഞ്ഞൊരു ചോദ്യം കിടപ്പുണ്ട്. ലെറ്റസ് ഡ്രോ റെക്റ്റാങ്കിൾസ്. അതിൽ ഒന്നാമത്തെ ചോദ്യം കണ്ടോ? ഡ്രോ എ റെക്റ്റാങ്കിൾ വിത്ത് നിയർ ബൈ സൈഡ്സ് 6 and 5 സെൻറ്റിമീറ്റർ ലോങ്. അതായത് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ അടുത്തടുത്ത വശങ്ങൾ എന്താണെന്ന് പറയുന്നത്? 6 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററുമായിട്ട് വരയ്ക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കാം, സ്കെയിൽ വെച്ച് വരയ്ക്കാം. ഏത് ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലെ ഈ 2 ഉപകരണങ്ങൾ വെച്ച് നമുക്കിത് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ അത് സെറ്റ് സ്ക്വയർ വെച്ചാണ് വരയ്ക്കുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് 6 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര സെൻറ്റിമീറ്റർ വരയ്ക്കണം? അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ താഴത്തെ ആ വശത്തിന് നമുക്ക് ലെന്ത് എന്ന് പറയാം. അതിന് ഞാൻ 6 സെൻറ്റിമീറ്ററിൽ എന്ത് വരയ്ക്കുന്നു? ലെന്ത് വരയ്ക്കുന്നു. എത്ര സെൻറ്റിമീറ്റർ? 6 സെൻറ്റിമീറ്ററിൽ ലെന്ത് വരയ്ക്കുന്നു. 6 സെൻറ്റിമീറ്റർ ലെന്ത് വരയ്ക്കുക. തുടർന്ന് ഞാനതോടെ പേര് കൊടുത്തു 6 സെൻറ്റിമീറ്റർ. 2 എൻഡ് പോയിൻറ്റ്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്തത് അതിൻ്റെ നിയർ ബൈ സൈഡ് എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് ലെന്ത് എന്ന് പറയാം. ഈ താഴത്തെ ഈ വശത്തിന് നമ്മൾ പറയുന്ന പേരാണ് ലെന്ത്. ഇനി മുകളിലോട്ട് നമ്മൾ വരയ്ക്കുകയാണ് 5 സെൻറ്റിമീറ്റർ. എത്ര സെൻറ്റിമീറ്ററാണ്? 5 സെൻറ്റിമീറ്ററിലോട്ട് നമ്മളൊരു ലെന്ത് വരയ്ക്കുകയാണ്. ഇതതിൻ്റെ സ്ക്വയർ സൈഡാണ്, സെറ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ സൈഡാണ്. അതാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ എത്ര സെൻറ്റിമീറ്ററാണ്? 5 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ ഒരു 5 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഇങ്ങോട്ടും വരയ്ക്കുന്നു. അതിൻ്റെ മുകൾ വശങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? യോജിപ്പിക്കുന്നു.
നമുക്ക് എന്ത് കിട്ടി? ഒരു റെക്റ്റാങ്കിൾ. അപ്പോൾ ഇത് ലെന്ത് എന്ന് പറയും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ബ്രെഡ്ത്ത്. ഇത് ലെന്ത്, ബ്രെഡ്ത്ത്. അപ്പോൾ ലെന്ത് ഈക്വലാണ്, ബ്രെഡ്ത്തും ഈക്വലാണ്. അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ മുകളിൽ കാണുന്ന ഈ വശം എത്ര സെൻറ്റിമീറ്റർ ആണ്? 6 സെൻറ്റിമീറ്റർ. ഇതെത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ഇതെത്രയാണ്? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് നിങ്ങൾ ആ ചോദ്യം എഴുതി നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമല്ലോ. ഇനി അതുപോലെ തന്നെയാണ് അടുത്ത ചോദ്യം. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഡ്രോ എ റെക്റ്റാങ്കിൾ വിത്ത് ഓൾ സൈഡ്സ് 5 സെൻറ്റിമീറ്റർ ലോങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 5 സെൻറ്റിമീറ്റർ വശങ്ങൾ വരുന്ന റെക്റ്റാങ്കിൾ. അപ്പം 4 വശവും ഈക്വൽ ആണെന്നാണ് അർത്ഥം. അപ്പം 4 വശവും ഈക്വലായ രൂപത്തിന് പറയുന്ന പേരെന്താണ്? സ്ക്വയർ എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പം നമ്മൾ ഈ സൈഡും 5 ആയിരിക്കണം, ഈ സൈഡും 5 ആയിരിക്കണം, ഈ സൈഡും 5 ആയിരിക്കണം, ഈ സൈഡും 5 ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് രൂപം കിട്ടും? സ്ക്വയർ രൂപം നമുക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്ത അടുത്ത 3-ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. The figure on the right is drawn using a ruler and a set square. Draw this figure in the same size. ഈ രൂപം കണ്ടോ? ഇത് നമ്മൾ സെറ്റ് സ്ക്വയറും റൂളറും ഉപയോഗിച്ചു. എന്തുവാ റൂളർ എന്ന് പറഞ്ഞാൽ? സ്കെയില് ഉപയോഗിച്ച് നമ്മളിത് നോട്ട്ബുക്കിലോട്ട് വരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടുത്തെ അളവുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇവിടെ മുകളിൽ 3 സെൻറ്റിമീറ്റർ, ഇവിടെ താഴെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ താഴെ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് സ്കെയില് വെച്ച് ഈ ഒരു വലിയ വര കണ്ടോ, അതാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ അത് എത്ര സെൻറ്റിമീറ്റർ വരയ്ക്കുമെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. അപ്പോൾ നമുക്കറിയാം ഇത് 3 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെയാണ്? 3. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ. ഇത് 3 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെയാണ്? 3. അപ്പോൾ ഇവിടെയും 3. അപ്പോൾ 3 3 6, 6 3 9. അപ്പോൾ നമ്മൾ എത്ര വരയ്ക്കണം? 9 സെൻറ്റിമീറ്ററിൽ ആദ്യം ഒരു ലൈൻ വരയ്ക്കണം. അത്ര എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് 9 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ ആദ്യം എല്ലാവരും സ്കെയില് വെച്ച്, ഞാൻ സെറ്റ് സ്ക്വയർ വെച്ചാണ് വരയ്ക്കുന്നത്, നിങ്ങൾ സ്കെയില് വെച്ച് ആദ്യം 9 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. 9 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചല്ലോ. എന്നിട്ട് നമുക്കത് 3 ഈക്വൽ പാർട്സ് ആക്കി മാറ്റാം. അതായത് ഞാൻ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ പാർട്ട് എത്ര വീതം വരും? 3 വീതം വരും. അപ്പം ഞാനത് 3 ഈക്വൽ പാർട്സ് ആക്കിയാണേ. 3 ഈക്വൽ പാർട്സ് ആക്കി വെച്ചു. 3 ഈക്വൽ പാർട്സ് ആക്കിയല്ലോ. ഇനി നമ്മൾ മുകളിലോട്ട് എത്ര സെൻറ്റിമീറ്റർ വരയ്ക്കണം? ഇങ്ങോട്ട് 2 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ടും 2 സെൻറ്റിമീറ്റർ. അപ്പം ഞാനത് 2 സെൻറ്റിമീറ്ററിൽ അത് നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കുക. അപ്പം നമുക്ക് നേരെ കിട്ടും, തെറ്റാതെ നമുക്ക് നേരെ കിട്ടും. ഇനി താഴോട്ടും എത്ര സെൻറ്റിമീറ്റർ വെച്ച് വരയ്ക്കുക? 2 സെൻറ്റിമീറ്റർ കേട്ടോ. താഴോട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ച് 2 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഇനി ഇവിടെയും താഴോട്ട് നമ്മൾ 2 സെൻറ്റിമീറ്റർ സെറ്റ് സ്ക്വയർ വെച്ച് തന്നെ വരയ്ക്കാം. സെറ്റ് സ്ക്വയറിൻ്റെ ഒരു ഉപയോഗം അത് ചരിയത്തില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വെക്കുന്നത്. ലൈനൊക്കെ നേരെയാണോ എന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമ്മളിൽ അളവുകളൊക്കെ കൊടുക്കുക. 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ. ഈ ഒരു ഷേപ്പ് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കുക. അതെല്ലാവർക്കും വരയ്ക്കാൻ പറ്റുമല്ലോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നതാണ് ടിൽറ്റിംഗ് റെക്റ്റാങ്കിൾസ്. എന്താണ് ടിൽറ്റിംഗ് റെക്റ്റാങ്കിൾസ്? എന്താ ടിൽറ്റിംഗ് എന്ന് പറയുന്നത്? ടിൽറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ചരിഞ്ഞത്,
ടിൽറ്റിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം ചരിഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ സെറ്റ് സ്ക്വയർ വെച്ച് തന്നെ ടിൽറ്റിംഗ് റെക്റ്റാങ്കിൾസ് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മൾ ഒരു സ്കെയിൽ വെച്ച് ഒരു വര വരയ്ക്കുക. എന്നിട്ട് ഇത് കണ്ടോ, സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഭാഗം അത് ഒരു വര കൊടുക്കുക. ആ വര ഇവിടെയും നമ്മൾ അതുപോലെ കൊടുക്കുക. എന്നിട്ട് നമ്മളത് കുറച്ചുകൂടെ മുകളിലോട്ട് പോയാലും കുഴപ്പമില്ല. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, യോജിപ്പിക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് ടിൽറ്റിംഗ് റെക്റ്റാങ്കിൾസ്. ഇത് റെക്റ്റാങ്കിൾ ആണ് എന്ന് പറയാൻ പറ്റുമോ? റെക്റ്റാങ്കിൾ ആണെങ്കിൽ എന്താ പ്രത്യേകത? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പം ആ റെക്റ്റാങ്കിളിൽ എന്ത് വന്നു? ചരിവ് വന്നു. അങ്ങനെയുള്ള റെക്റ്റാങ്കിൾസിന് പറയുന്ന പേരാണ് ടിൽറ്റിംഗ് റെക്റ്റാങ്കിൾസ്. അത് വരയ്ക്കുന്ന വിധം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 26 കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഒത്തിരി ഷേപ്പ് വരയ്ക്കാനുണ്ട്. അതുകൊണ്ട് ഒരു ഹൗസ് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഓരോ സൈഡ് വെച്ചാണ് ഇത് വരച്ചിരിക്കുന്നത്. അപ്പോൾ സെറ്റ് സ്ക്വയറിൻ്റെ സൈഡ് വെച്ച് തന്നെ ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഇത് കണ്ടോ, ഒരു എത്ര സൈഡ് ഉണ്ടോ നോക്കിക്കുക. 1 2 3 4 5 6 ഒരു ഹെക്സഗൺ ഷേപ്പിൽ വരുന്ന ഒരു രൂപമാണ്. ഇതും നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഇതെന്ത് വെച്ച് വരയ്ക്കണം? സെറ്റ് സ്ക്വയർ വെച്ച് തന്നെ വരയ്ക്കണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത ഭാഗത്തോട്ട് നമ്മൾ കടക്കുകയാണ്. അപ്രൈറ്റ് ആൻഡ് സ്ലാൻഡഡ്. ഈ വാക്കുകളെല്ലാം നമ്മൾ പഠിച്ചു. എന്താ അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ നേരെ, സ്ലാൻഡഡ് എന്ന് പറഞ്ഞാൽ ചരിവ്. അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ കുറച്ച് ഫിഗർ വരച്ചിട്ടുണ്ട്. ഇതിൽ അപ്രൈറ്റ് ആയിട്ടുള്ള ഫിഗർ ഏതാണ്? ഇത് അല്ലേ. സ്ലാൻഡഡ് ആയിട്ടുള്ളത് ഏതാണ്? ഇതും ഇതും. അതുപോലത്തെ കുറേ എണ്ണം നിങ്ങളുടെ നോട്ട്ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്രൈറ്റ് ആൻഡ് സ്ലാൻഡഡ് പേജ് നമ്പർ 27. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങളെല്ലാവരും വരച്ചിരിക്കണം. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത ആണ് ഇതെന്താണ്? റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് എന്താണ്? ഈ രണ്ട് സൈഡ് എങ്ങനെയാണ്? അപ്രൈറ്റ്. എന്താണ് അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ? സ്ട്രെയിറ്റ് ആണ്, നേരെയാണ്. ഇതോ സ്ലാൻഡ് ആണ് അല്ലേ, ചരിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് കണ്ടോ, ഈ ലൈനും ചേരുന്ന ഈ പോയിന്റ്, ഇതിന് പറയുന്ന പേരാണ് കോർണർ. എന്താ പറയുന്നത്? കോർണർ. അപ്പോൾ ഈ രൂപത്തിന് എത്ര കോർണേഴ്സ് ഉണ്ട്? 4 കോർണേഴ്സ് ഉണ്ട് അല്ലേ. അപ്പം ഈ രൂപത്തിനോ ഈ സൈഡും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ്, ഇതിന് എന്താ പറയുന്നത്? കോർണർ. ഇവിടെയും കോർണർ, ഇവിടെയും കോർണർ, ഇവിടെയും കോർണർ. അപ്പം ഈ 4 സൈഡ് ഫിഗറിനും എത്ര കോർണേഴ്സ് ഉണ്ട്? 4 കോർണേഴ്സ് ഉണ്ട്. ഇവിടെയും എത്ര കോർണേഴ്സ് ഉണ്ട്? 4 കോർണേഴ്സ് ഉണ്ട്. അപ്പം എങ്ങനെയാണ് കോർണർ ഉണ്ടാകുന്നത്? എ കോർണർ ഈസ് മെയ്ഡ് വെൻ 2 sides മീറ്റ് അല്ലേ. എ കോർണർ ഈസ് മെയ്ഡ് വെർ 2 sides മീറ്റ്. ഈ കോർണർ ഉള്ള സ്ഥലത്തെല്ലാം എന്തുണ്ടാകുന്നറിയാവോ? ഞാനൊരു സാധനം ഇങ്ങനെ വരച്ചിട്ടുണ്ട് അല്ലേ. എന്താണെന്ന് പറയാവോ? ഈ കോർണർ ഉള്ള സ്ഥലത്ത് നമുക്കൊരു കാര്യം ഉണ്ടാകുന്നുണ്ട്. ഇതിന് പറയുന്ന പേരാണ് ആംഗിൾ. എന്താ പറയുന്നത്? ആംഗിൾസ്. ANGLE ആംഗിൾസ്. കൂടുതലുണ്ടെങ്കിൽ ആംഗിൾസ് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇതിന് പറയുന്ന പേരാണ് ആംഗിൾസ്. 2 lines meeting at a point an angle is formed. 2 lines meeting at a point an angle is formed. എങ്ങനെ ആംഗിൾ ഉണ്ടാകുന്നത്? 2 വരകൾ ചേരുന്നിടത്ത് എന്തുണ്ടാകുന്നു? ആംഗിൾ ഉണ്ടാകുന്നു. ഇത് ആംഗിളിനെ പറ്റി നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് വിശദമായി പറയുന്നുണ്ട്. ഒരു ഗ്രീക്ക് വേർഡ് ആംഗിലോസ് എന്നുള്ളൊരു വാക്കിൽ നിന്നാണ് ആംഗിൾ എന്നുള്ള ഒരു വാക്കുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ബെൻഡ്. എന്തുവാ ബെൻഡ് എന്ന് പറഞ്ഞാൽ? ബെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വളവ്, നോട്ട് സ്ട്രെയിറ്റ്, അതായത് ഒരു ചരിവ്. അതായത് നമ്മുടെ ഫൂട്ടും നമ്മുടെ ലെഗും കൂടെ ചേരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ്, അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫൂട്ടും ലെഗും കൂടെ ആ ചേരുന്ന ആ ഭാഗത്തിന് പറയുന്ന പേരാണ് എന്താ പറയുന്നത്? ആംഗിൾ. ആ ആംഗിളിൻ്റെ സ്പെല്ലിംഗ് ANKLE എന്നാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ വാക്കിൽ നിന്നാണ് ആംഗിൾ എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഞാനൊരു ചെടിയുടെ ശാഖ കാണിക്കുകയാണ്. ഇതിനകത്ത് ആംഗിൾസ് ഉണ്ടോ എന്നുണ്ട് നോക്കിക്കേ. ഇത് കണ്ടോ,
ഈ ഒരു ബ്രാഞ്ചും ചേരുന്നിടത്ത് എന്തുണ്ടാകുന്നുണ്ട്? ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? കണ്ടു, ഈ ഒരു ബ്രാഞ്ച് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബോർഡൊന്ന് നോക്കിക്കേ, ഈ ലൈന് ഇവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ആംഗിൾ ഫോം ചെയ്യുന്നു. ഇവിടെ ആംഗിൾ ഫോം ചെയ്യുന്നു, ഇവിടെ ഫോം ചെയ്യുന്നു, ഇവിടെ ഫോം ചെയ്യുന്നു. എന്ത് ഈ ആണിയിലാണ് ഇത് തൂക്കിയിട്ടേക്കുന്നത്. അപ്പം ഇവിടെ എന്തുണ്ടാകുന്നുണ്ട്? ആംഗിള്. ഇവിടെ ആംഗിൾ ഫോം ചെയ്യുന്നു, ഇവിടെ ആംഗിൾ ഫോം ചെയ്യുന്നു. അപ്പം ആംഗിൾ ഉണ്ടാകുന്ന വിധം എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം നിങ്ങളത് നിങ്ങളെ വീടുകളിൽ ആംഗിൾ ഉണ്ടാകുന്ന ആ സന്ദർഭങ്ങളൊക്കെ ഒന്ന് കണ്ടെത്തി എഴുതുക. ഈ ടെക്സ്റ്റിനകത്ത് കുറേ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആംഗിൾസ് ഫോം ചെയ്യുന്ന കാര്യം വന്നിട്ടുണ്ട്. ഒരു അക്ഷരം കാണിക്കാം, വി. ഇതൊരു ലൈനാണ്. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ടാകുകയാണ്? ആംഗിൾ. അപ്പോൾ എത്ര ആംഗിൾ ഉണ്ടായി? 1 ആംഗിൾ. ഇനി അടുത്ത ആൽഫബറ്റ് ഞാൻ കാണിക്കാം. ഇതിൻ്റെ പേരെന്തുവാ? ഈ ആൽഫബറ്റിൻ്റെ പേരെന്തുവാ? ഇ. ഇവിടെ ആംഗിൾസ് ഉണ്ടാകുന്നുണ്ടോ നോക്കാം ഇല്ലേ? ഇതൊരു കോർണറാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ആംഗിൾ. ഇവിടെ. അപ്പോൾ എത്ര ആംഗിൾസ് ഉണ്ടായി? 1, 2, 3, 4. വേറൊരു ആൽഫബറ്റ് ഞാൻ കാണിക്കാം, ഡബ്ല്യു. ഇതിൽ എത്ര ആംഗിൾ ഫോം ചെയ്യും? ഇവിടെ അല്ലേ? ഇവിടെ. അപ്പം നിങ്ങൾക്കൊരു വർക്ക് ഞാൻ തരികയാണ്. ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സ് എഴുതിയിട്ട് ഓരോ ആൽഫബറ്റിലും എത്ര ആംഗിൾ വീതം ഫോം ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വ്യക്തമായിട്ട് കാണിക്കുക. അത് എനിക്കൊരു കളറൊക്കെ ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും, നല്ല ഭംഗിയായിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ക്ലാസ് കേട്ടിരുന്ന കൂട്ടുകാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.